ഹലോ ഫ്രണ്ട്സ്, NK-LEDസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു ട്രാൻസിഷൻ എങ്ങനെ ലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതാ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്യുക. നിങ്ങൾ ബീറ്റിനനുസരിച്ചൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. MP3ൻ്റെ ബീറ്റിനനുസരിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ട്രാൻസിഷൻ കൊണ്ടുവരാം. ഇനി ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം ഈ ഒരു ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്നിട്ട് നമ്മളിവിടെ താഴേക്ക് വന്നാൽ ഇതാ ഈ ഒരു ടൈൽസ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അതൊന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഓഫ്സെറ്റിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. ഈ ഒരു കൗണ്ട് വന്ന് നമ്മൾ 2.5ലേക്ക് സെറ്റ് ചെയ്യുക. കൗണ്ട് 2.5ലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ട്രെങ്ത്തിൽ വന്ന് മാറ്റമൊന്നും വരുത്തേണ്ട, ആംഗിളിൽ മാറ്റമൊന്നും വരുത്തേണ്ട. അതിനുശേഷം നമ്മൾ ഈ ഒരു എഫക്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് രണ്ടാമത്തെ ഈ ഒരു ക്ലിപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ക്ലിപ്പിലേക്ക് വരിക. എന്നിട്ട് അതിലൊരു ആ ടൈൽസ് റൊട്ടേറ്റ് എന്നുള്ള എഫക്റ്റ് പോയിട്ട് റൊട്ടേഷൻ നേരത്തിൽ ആ ഒരു ഓപ്ഷനിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു സെൻട്രലിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ ഈ ഫസ്റ്റില്ല, അതായത് സെൻട്രലായിട്ട് വന്ന കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0യിലേക്കും ഈ ഒരു ഫസ്റ്റില്ല കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 106 സെറ്റ് ചെയ്യുക. 106.0 ഡിഗ്രി സെറ്റ് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്കായി സെറ്റ് ചെയ്യുക. കീ ഫ്രെയിമിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് വരിക. അതിൻ്റെ ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ഓവർഷൂട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഈ 3 ഡോട്ടിൽ ഇവിടെയായിട്ട് എനേബിൾ ഓവർഷൂട്ട് എന്നുണ്ടാവും, അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു രണ്ടാമത്തെ ഗ്രാഫ് ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളൊന്ന് ഡ്രോ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. അതിനുശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. ഇനി നമുക്കിതിലേക്ക് ഒരു സൂമിൻ എഫക്റ്റാണ് കൊണ്ടുവരേണ്ടത്. സൂമിൻ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പിൽ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, സെൻട്രലായി വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നല്ലോണം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. കീ ഫ്രെയിം ഡിലീറ്റ് ആയിപ്പോയി. നല്ലോണം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്ര പോലെ ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് എൻ്റെ ഇവിടെ സെൻറ്ററിലേക്കായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ്, ഈ ഒരു എനേബിൾ ഓവർഷൂട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക. കേട്ടോ. അതിനുശേഷം ഈ ഒരു ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയാൽ ഇതാ നമ്മൾ ഒന്നാമത്തെ പിക്കത്തെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലിപ്പിൽ നമ്മൾ ആ ട്രാൻസിഷന് വേണ്ട വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ഈ രണ്ടാമത്തെ ക്ലിപ്പിലാണ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക. ഇവിടെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ടൈൽസ് റൊട്ടേറ്റ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ടൈൽസ് റൊട്ടേറ്റിൽ വരിക. അതിൽ ഈ ഒരു റൊട്ടേഷനിൽ വന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു ഈ ഒരു റൊട്ടേഷനിൽ വരിക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ നല്ലോണം ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഒരു 236 ഒക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. 236 ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്കായി സെറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 360 ഡിഗ്രി സെറ്റ് ചെയ്യുക. 360. ഓക്കെ, അത് നല്ലോണം ഇൻക്രീസ് ചെയ്യണം. ഇതും ഒരു 360 വെക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. കീ ഫ്രെയിം എൻഡിലേക്കായി സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കർവ് ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയതാ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ കർവ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഞാൻ ഈ ഒരു കർവ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കർവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ബാക്ക് വരിക. അതിനുശേഷം വേറെ മാറ്റമൊന്നും വരുത്തണ്ട, വേറെ എല്ലാം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഇത് തന്നെ മതി. അതിനുശേഷം നമ്മൾ ഇതിലേക്കും മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ഇനി ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ഓക്കെ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്കൊരു സൂം ഔട്ട് എഫക്റ്റ് കൊണ്ടുവരണം. ഇനി ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ സൂം ഔട്ട് സെറ്റ് ചെയ്യുക, ഇതുപോലെ ഔട്ടിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരിക. ഈ ഒരു കീ ഫ്രെയിം കുറച്ച് മുന്നോട്ട് സെറ്റ് ചെയ്യുക കേട്ടോ, സെൻറ്ററിൽ നിന്ന് കുറച്ച് മുന്നോട്ട്, അധികമൊന്നും വേണ്ട, കുറച്ചൊന്ന് മുന്നോട്ട് സെറ്റ് ചെയ്യുക. ഒരു ലേശം മതി, അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ടൈൽസ് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലായിട്ട്, ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിട്ട് അത് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വാർപ്പ് പോയിട്ട് ഈ ഒരു ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ടൈൽസിൽ വന്ന് മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈൽസിനെ ഈ ഒരു എല്ലാത്തിൻ്റെയും മുകളിലേക്കായിട്ട്, അതായത് ടൈൽസ് റൊട്ടേറ്റിൻ്റെ ഒക്കെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയാൽ ഇതാ കണ്ടില്ലേ, നമ്മളെ ട്രാൻസിഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ലൊരു ട്രാൻസിഷൻ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൂം ഔട്ട് കുറച്ചും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊരു സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.